കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു വലിയൊരു ഓപ്പറേഷൻ, അതായത് CPM-ൽ നിന്നുള്ള ഒരു വലിയ പാർട്ടി നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ BJP-യിലേക്ക് ചേരും എന്നുള്ളൊരു വലിയ പ്രചാരണവും വാർത്തയുണ്ടായിരുന്നു. അതിൽ ഒരു റോള് വഹിച്ച ആളാണ് താങ്കൾ. അത് ശരിയായിരുന്നോ അതോ വെറും ഒരു പ്രചരണം മാത്രമായിരുന്നോ? ഇപ്പം ആരെങ്കിലും ഇനി അതുപോലെ വരാനുണ്ടോ? അല്ല, അത് 100% ശരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് അത് ബോധ്യമുണ്ട്. പക്ഷേ വളരെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു ലീഡർ, കണ്ണൂരിൽ നിന്നുള്ള ഒരു ലീഡർ, അദ്ദേഹത്തിന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ഫോൺ കോൾ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു പിടച്ചിൽ എത്രയുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അദ്ദേഹം അതിനെ തുടർന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് തെറ്റാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഭഗീരഥ പ്രയത്നം നടത്തുകയുണ്ടായി. എന്തിനാണ് അദ്ദേഹത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയത് എന്നുള്ളതിൻ്റെ ഉത്തരം മുഖ്യമന്ത്രിയുടെ ഉള്ളിലുണ്ടാവും. അപ്പം ഞാൻ പറയുന്നതാണോ ശരി? ശ്രീമാൻ EP ജയരാജൻ പറഞ്ഞു എന്നെ ഒരുപാട് അപഹസിക്കാനും അതുപോലെ തന്നെ എനിക്കെതിരെ കുറേ കാര്യങ്ങൾ പറയാനും ഒക്കെ അദ്ദേഹം ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ഉള്ളിൽ ഞാൻ ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് അറിയുമോ, അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ അത് വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അത് അല്ല, അത് കഴിഞ്ഞു. ജനങ്ങൾക്ക് ബോധ്യമായി, കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അത് അദ്ദേഹത്തിനും അറിയാം. അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നിരവധിയായിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ഇപ്പോഴേ വന്നിട്ടുണ്ടല്ലോ. ധാരാളം ആളുകൾ വരാൻ പോകുന്ന നാളുകളിൽ BJP-യിലേക്ക് കടന്നു വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.